ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നാഷണൽ മീൻസ് കമ്പാരിറ്റീവ് സ്കോളർഷിപ്പ് എക്സാമിനേഷനകത്ത് രണ്ട് പേപ്പറുകളുണ്ട്. മെന്റൽ എബിലിറ്റി ടെസ്റ്റും അതുപോലെ സ്കോളർഷിപ്പ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും സാറ്റും. അതിനകത്ത് മാറ്റിനകത്ത് പേപ്പർ 1 ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കഷനാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2025-26 വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ കണ്ടു നോക്കാം. നമ്മൾ ലാസ്റ്റ് ഇയറിൽ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നിങ്ങൾ കണ്ടു നോക്കാം. സോ ഒന്നാമത്തെ ചോദ്യം, ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ എ സെറ്റ് ഓഫ് ഫിഗേഴ്സ് ക്യാരിയിങ് എ സെർട്ടൻ ക്യാരക്ടേഴ്സ് ഗിവൺ അസ്യൂമിംഗ് ദാറ്റ് ദ ക്യാരക്ടേഴ്സ് ഇൻ ഈച്ച് സെറ്റ് ഫോളോസ് എ സിമിലർ പാറ്റേൺ ഫൈൻഡ് ദ മിസ്സിംഗ് ക്യാരക്ടർ ഇൻ ഈച്ച് കേസ് ഫ്രം ദ 4 ഓൾട്ടർനേറ്റീവ്. അതായത് തന്നിരിക്കുന്ന ഫിഗേഴ്സിനകത്ത് ഒരു പാറ്റേൺ, ഒരു റെഗുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ആ പാറ്റേൺ എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് തന്നിരിക്കുന്നതിനകത്ത് എന്ത് നമ്പറാണ് വരേണ്ടത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ നമ്മളിവിടെ നോക്കിയാൽ 3, ഒരു ട്രയാങ്കിളിലെ 3 വെർട്ടെക്സിൽ 3, 2, 1 തന്നിട്ടുണ്ട്. ട്രയാങ്കിളിനുള്ളിൽ 216 തന്നിരിക്കുന്നു. എന്താണ് കണക്ഷൻ? 3, 2, 5, 5, 1, 6. 6ഉം 216ഉമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് 6ന്റെ ക്യൂബാണ് 216 എന്ന് പറയുന്നത്. അതേപോലെ നമ്മളിപ്പോൾ ഈ ട്രയാങ്കിൾ നോക്കുവാണെങ്കിൽ 2, 1, 1, 2, 1, 3, 3, 1, 4, 4ന്റെ ക്യൂബാണ് 64 എന്ന് പറയുന്നത്. അങ്ങനെയാണ് എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ വെർട്ടെക്സിൽ തന്നിരിക്കുന്ന നമ്പറുകളുടെ സമ്മിന്റെ ക്യൂബാണ് അകത്ത് തന്നിരിക്കുന്നത്. സോ ഇത് 2, 2, 2, 4, 4, 1, 5, 5ന്റെ ക്യൂബാണ് ഈ അകത്ത് വരേണ്ടത്. 5ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 125. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു സർക്കിളിന് വെളിയിൽ 3, 4, 5, 2, നടുക്ക് 28. എന്തായിരിക്കും കണക്ഷൻ? നമ്മൾ നോക്കുക. ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്പറുകൾ തമ്മിൽ കൂട്ടി നോക്കുക, അതിന്റെ മിഡിൽ നമ്പറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക, അല്ലെങ്കിൽ നമ്പറുകൾ തമ്മിൽ ഗുണിച്ച് നോക്കുക, അല്ലെങ്കിൽ 2 നമ്പർ തമ്മിൽ ഗുണിച്ചിട്ട് കൂട്ടി നോക്കുക. അപ്പൊ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവിടെ നമ്മൾ നോക്കിയാൽ 5, 3, 8, 8, 2, 10, 10, 4, 14. 14ന്റെ ഇരട്ടിയാണ് 28 എന്ന് പറഞ്ഞത്. 14 × 2. അതേപോലെ രണ്ടാമത് കോപ്പി ആവുന്നുണ്ടോ നോക്കി. 6, 5, 11, 11, 3, 14, 14, 2, 16. 16, 48 നമ്മളുടെ ബന്ധം എന്ന് പറയുന്നത് 16 × 3 ആണ് 48 എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കി എന്ത് കിട്ടും? 5, 2, 7, 7, 2, 9, 9, 9, 18. അപ്പം 14 × 2, 14, 2, 16, 16, 2, 18, 2, 3, 4, 18 × 4 എന്ന് വരും. കാരണം ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെ ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 18 × 4, 72. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിയാൽ 1, 5, 26, 2, 3, 13, 5, 3 ക്വസ്റ്റ്യൻ മാർക്ക്. ചുമ്മാ ഗുണിച്ച് നോക്കിയാലോ. 1, 5, 5, 2, 3, 6, 3, 5, 15. അപ്പൊ നമുക്കൊരു ബന്ധം കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ അല്ലാതെ ആലോചിച്ചാൽ 1ന്റെ സ്ക്വയർ എത്രയാ? 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1, 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25. 25, 1, 26. അതേപോലെ ഇവിടെ ആലോചിച്ച് നോക്കി. 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4, 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9, 9, 4 കൂട്ടുമ്പോൾ 13. അപ്പൊ അതേ പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്താൽ 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9, 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25, 25, 9, 34. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നമ്മൾ നോക്കിയാൽ 16, 9, 16, 9, 1, 4 എന്ത് കണക്ഷനാണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 16 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ ആണ്. നമുക്ക് തന്നിരിക്കുന്ന എല്ലാം പെർഫെക്റ്റ് സ്ക്വയറുകളാണ്. 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയറാ. 9 എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയറാ. 1 എന്ന് പറയുന്നത് 1ന്റെ സ്ക്വയർ. ഈ നമ്പറുകൾ മാത്രം ഒന്ന് കൂട്ടി നോക്കി. 4, 4, 2, 6, 6, 3, 9, 9, 1, 10. നടുക്കത്തെ നമ്പർ കിട്ടി. അതേപോലെ 9 എന്ന് പറയുന്ന 3ന്റെ സ്ക്വയറാ. 16 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയറാ. 25 എന്ന് പറയുന്ന 5ന്റെ സ്ക്വയറാ. 1 എന്ന് പറയുന്നത് 1ന്റെ സ്ക്വയർ. അപ്പൊ നമ്പറുകൾ തമ്മിൽ കൂട്ടിയാലോ. 3, 4, 3, 7, 7, 1, 8, 8, 5, 13. 13 നടുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതേപോലെ ഇവിടെ നമ്മൾ നോക്കിയാലോ. 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ, 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ, 25 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ, 16 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ. നമ്പറുകൾ തമ്മിൽ കൂട്ടി നോക്കിയാൽ 2, 2, 4, 5, 4, 9, 9, 4, 13. നടുക്ക് എന്ത് വരും? 13 വരും. അതായത് ഓപ്ഷൻ ഡി ആയിരിക്കും അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നമ്മൾ നോക്കിയാൽ ഒരു റെക്ടാങ്കിൾ സ്ക്വയർ തന്നിട്ടുണ്ട്. സ്ക്വയറിന്റെ സൈഡിൽ 3 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 35 ഉണ്ട്.
സോ എങ്ങനെ കിട്ടും? 3 3 6, 6 2 8, 8 4 12. ഒരു കാര്യമില്ല. ഇവിടെ നമ്മൾ നോക്കിയാൽ 3 3 6, 4 2 8. 3 3 6ഉം 4 2 8 കൂടെ കൂട്ടിയാൽ 4 2 8 3 3 6, 8 6ഉം 6 8 48. കാര്യമൊന്നുമില്ല. 4 3 ഇവിടെ ഇങ്ങനെ കൂട്ടി നോക്കിയാൽ 4 3 7, 3 2 5, 7 5 35. കറക്റ്റാ? 7 5 35. അപ്പൊ അതേ ഇവിടെ വരുമെന്ന് നോക്കിയേ. 1 + 5 6, 4 + 3 7, 7 6 42. ഇവിടെ നമ്മൾ നോക്കിയേ. 2 + 2 4, 5 + 3 8, 4 32 വരും. കാരണം നമ്മുടെ ഇങ്ങനെ സൈഡുകൾ തമ്മിൽ തന്നിരിക്കുന്ന നമ്പർ തമ്മിൽ കൂട്ടിയിട്ട് അതിനെ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് നടുക്കിടുന്നത്. അപ്പൊ 2 + 2 4, 5 + 3 8, 4 32. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയാൽ നമുക്കൊരു സർക്കിളാണ് തന്നിരിക്കുന്നത്. 17, 24, 28, 29, 32, 39, 43. കോണോട് കോൺ നോക്കിയാൽ ബന്ധങ്ങളൊന്നുമില്ല. ഇവിടെ എല്ലാം നോക്കിയാലോ. 17 നിന്ന് 7 കൂട്ടിയാൽ 24, 24 കൂടി 4 കൂട്ടിയാൽ 28, 28 നിന്ന് 1 കൂട്ടിയാൽ 29, 29 കൂടി 3 കൂട്ടിയാൽ 29 കൂടി 3 കൂട്ടിയാൽ 32, 32 കൂടി 7 കൂട്ടിയാൽ 39, 39 കൂടി 4 കൂട്ടിയാൽ 43. സി നമ്മൾ നോക്കിയേ. ആ കണക്ഷൻ, അതായത് തമ്മിലുള്ള ഡിഫറൻസ് കണക്ഷൻ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡിൽ സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ 7 ഓപ്പോസിറ്റ് 7, 4 ഓപ്പോസിറ്റ് ആപ്പില് അങ്ങനെയാണെങ്കിൽ 1 ഓപ്പോസിറ്റ് എന്ന് തന്നെ വരണം. അപ്പം ഇവിടെ 4 40. ഇവിടെ അങ്ങനെയാണ് നമുക്ക് കണക്ഷൻ വന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ 3. അപ്പൊ 3 ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഇവിടെ എന്ത് വരും? 3 ഓപ്പോസിറ്റ് വരുന്ന ഈ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന 3 വരും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി. 17 നിന്ന് എത്ര കുറച്ചാൽ ഇവിടെ കിട്ടും? 14. 14 കൂടി 3 കൂട്ടിയാൽ 17. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 14 ആയിരിക്കും. ഓപ്ഷൻ എ 14 ആയിരിക്കും. അടുത്ത ചോദ്യം നമ്മൾ നോക്കിയാൽ 2 4 5, 4 2 8, 8 5 4, 4 2 8, 8 5 13. കൂട്ടിയിട്ട് കാര്യമില്ല. അല്ലാതെ നമ്മൾ ആലോചിച്ചാലോ. I 4 20, 20 22 40, 40ന്റെ പകുതിയാണിത്. ഓക്കെ. ഇവിടെ 4 3 12, 12 / 6 കൊണ്ട് കാര്യമില്ല. അല്ലാതെ നമ്മൾ ആലോചിച്ചാൽ ഇപ്പോൾ I 4 20, I 4 20, 20 × 2 ഡിവൈഡ് ബൈ 2 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ. I 4 20 × 2 I 4 20 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് 20 കിട്ടും. ഇവിടെയാണെങ്കിലോ 4 3 12, 12 6 72, 72ന്റെ പകുതി 36. അങ്ങനെയാണെങ്കിൽ 7 4 28, 7 4 28, 28 × 5, 28 × 5 എന്ന് പറയുമ്പോൾ 40, 140 എന്ന് കിട്ടും. 140ന്റെ പകുതി എന്ന് പറയുന്നത് 70. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന്, സോറി ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് ആ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റി. ഓക്കെ. ഇവിടെ നമ്മൾ നോക്കുന്നു. പരസ്പരം നമ്പറുകൾ തമ്മിൽ കൂട്ടി നോക്കാം. 5 6 11, 11 4 15. കാര്യമൊന്നുമില്ല. 20 20 41, 41 18 59. കാര്യമൊന്നുമില്ല. കണക്ഷൻ ഒന്നും വരുന്നില്ല. പരസ്പരം ക്യൂബുകളോ സ്ക്വയറുകളോ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. നേരെ മറിച്ച് ഇവിടെ നമ്മൾ നോക്കിയാൽ 7 6 42, 42ന്റെ പകുതിയാണ് 21. 9 4 36, 36ന്റെ പകുതിയാണ് 18. നടുക്കത്തിന്. അപ്പൊ എന്താ, രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതിന്റെ പകുതിയാണ് നടുക്ക് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5നെയോ ഏതോ ഒരു നമ്പരെയും കൂടെ ഗുണിച്ചിട്ട് കഴിഞ്ഞ് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 20. അപ്പൊ 20ന്റെ ഇരട്ടി എന്ത് കിട്ടണം? ഈ രണ്ട് നമ്പറുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടണം. 5 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 8 വരും. 8 5 40. ഓപ്ഷൻ 4 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ മെന്റൽ എബിലിറ്റി ടെസ്റ്റിനകത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.